ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എനിക്കുണ്ടായ ആ ഒരു സ്കാമിൽ എനിക്ക് 1,00,000 രൂപയോളം നഷ്ടപ്പെട്ട ആ ഒരു സംഭവത്തിൽ ഞാൻ പെട്ടെന്ന് ചെയ്ത കാര്യങ്ങളും പെട്ടെന്ന് ചെയ്ത അബദ്ധങ്ങളും പിന്നെ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി നമുക്ക് ഇതുപോലൊരു സാഹചര്യം വന്നാൽ പെട്ടെന്ന് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അന്ന് എനിക്ക് 6:46 ആദ്യത്തെ ഒരു ട്രാൻസാക്ഷൻ പോകുന്നത്. ഞാനിതൊന്നും അറിയുന്നില്ല. 6:57 അവസാനത്തെ ട്രാൻസാക്ഷൻ, 8ാമത്തെ ട്രാൻസാക്ഷനും നടന്നു കഴിഞ്ഞു. കൃത്യം 6:59 എന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അവരെന്നോട് ഫോണിൽ വിളിച്ചിട്ട് അവർ ചോദിച്ചത്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയോ, എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്തോ എന്നാണ്. അന്നേരം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനൊന്നും ചെയ്തില്ല, എൻ്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് കുറച്ച് എമൗണ്ട് വരാനുണ്ട്, അത് വന്ന് കാണും, വേറൊന്നും ഞാൻ ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, എന്നാൽ എവിടെ നിന്നോ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, സാറ് അനുവാദം തരുവാണെങ്കിൽ സാറിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ ഞങ്ങൾക്കാകും എന്ന് പറഞ്ഞു. അപ്പോൾ അനുവാദത്തിനായിട്ടാണ് അവർ ശരിക്കും വിളിച്ചത്. അപ്പം ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ബാങ്കിങ് സംവിധാനം, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ആ ഒരു കസ്റ്റമർ സർവീസ്. മറ്റ് ഏതെങ്കിലും ഒരു ബാങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അവർ ഇത്രത്തോളം ഫാസ്റ്റായിട്ട് എത്തുമോ എന്ന് എനിക്ക് സംശയമാണ്. സംഭവം നടന്നു കഴിഞ്ഞു. 2025 നമ്മുടെ നാടെത്തി നിൽക്കുന്നതിനേക്കാൾ ഒരു പൊടി മുന്നിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ കാത്തിരിക്കുവാണ്, വിജിലൻ്റായിട്ടിരിക്കുവാണ്. എന്തെങ്കിലും ഒരു ക്രമക്കേട് നടക്കുവാണെങ്കിൽ നമ്മളെ അറിയിക്കാനായിട്ട് ഹെഡ് ഓഫീസിൽ അവൻ്റെ ഉദ്യോഗസ്ഥർ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം അന്നേരം അവർ വിളിച്ചത് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ആ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് തിരിച്ച് വിളിച്ചു, കിട്ടുന്നില്ല. എന്താ സംഭവിച്ചെന്നറിയില്ല. ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പ് തുറന്നു, ആപ്പിൽ നോക്കി. അന്നേരം എമൗണ്ട് പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കൃത്യം 1,00,000 രൂപ, ഒരു 99,867 രൂപ 88 പൈസ കുറവുണ്ട്. 2,65,000 സംതിങ് രൂപ കിടന്ന സ്ഥാനത്ത് വെറും 1,65,000 രൂപ മാത്രം ആയി കിടക്കുന്നു. അപ്പം ഞാൻ ഉടനെ എൻ്റെ ഒരു റിലേറ്റീവ് പോലീസുകാരനാണ്, അദ്ദേഹത്തെ വിളിച്ചു. ചേട്ടാ, ഇതുപോലെയാണ് സംഭവം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ചേട്ടൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് 19:30 വിളിക്കാം. ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദ്യത്തെ അരമണിക്കൂർ അത് ഗോൾഡൻ അവറാണ്. ആ ഒരു അരമണിക്കൂർ ഗോൾഡൻ മൊമെൻറ്റ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലാണ് ചേട്ടൻ പറഞ്ഞത്. ആ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ അറിയിക്കുവാണെങ്കിൽ ഈ ഫണ്ട് ഫ്രീസ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പോലീസുകാർക്ക് പറ്റും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞാൻ ഈ പാനിക്കായി, ഞാനൊരു യാത്രയിലായിരുന്നു. ഈ 10 മിനിറ്റ് സമയം കഴിഞ്ഞു. ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ സർവീസിൽ നിന്ന് എന്നെ വിളിച്ചു. അതെല്ലാം കഴിഞ്ഞു. എന്നിട്ടും ഞാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിക്കുവാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ മാനേജറെ ഡയറക്റ്റ് വിളിച്ചു. അദ്ദേഹം ഫോൺ എടുത്തില്ല, രാത്രി ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഈ ചേട്ടനെ വിളിച്ചു. എൻ്റെ മറ്റൊരു കസിനുണ്ട്, പോലീസിലാണ്, അദ്ദേഹത്തെയും വിളിച്ചു. അപ്പോൾ അവരെല്ലാം സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് തിരിച്ചെന്നെ വിളിച്ച് പറയുന്നത് 19:30 എത്രയും പെട്ടെന്ന് നേരിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ. അപ്പോൾ ഞാൻ 19:30 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കിട്ടുന്നില്ല. ഒരു അരമണിക്കൂറോളം ട്രൈ ചെയ്തു, കിട്ടുന്നേ ഇല്ല. പിന്നെ അവരെന്നെ തിരിച്ച് വിളിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ ട്രാൻസാക്ഷൻ നമ്പരെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതെനിക്കറിയില്ല, ട്രാൻസാക്ഷൻ നമ്പർ എഴുതി വെച്ചിട്ടാണ് വിളിക്കേണ്ടതെന്ന്. എന്നാൽ പറഞ്ഞു തരാൻ പറ്റുമോ എന്നവർ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് ഫെഡ് മൊബൈൽ ആപ്പ് വഴി നോക്കി പറഞ്ഞു കൊടുക്കാം. അതവർ ചോദിച്ചില്ല. അപ്പം പെട്ടെന്ന് എനിക്കും അത് പോയില്ല. അവർ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഫെഡ് മൊബൈൽ ആപ്പ് തുറന്നു, ഒരു പേപ്പർ എടുത്തു, പേന എടുത്തു, ഓരോ ട്രാൻസാക്ഷനും എമൗണ്ടും ടൈമും ട്രാൻസാക്ഷൻ ഐഡിയും ഒക്കെ എഴുതി രേഖപ്പെടുത്തി. രണ്ടാമത് വിളിച്ചു, കിട്ടുന്നില്ല. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വിളിച്ചു. അന്നേരം ഞാൻ ഈ 8 ട്രാൻസാക്ഷൻ്റെയും എമൗണ്ടും
പിന്നെ സമയവും ട്രാൻസാക്ഷൻ ഐ ഡിയും എല്ലാം പറഞ്ഞു കൊടുത്തു. അവരത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് രജിസ്റ്റർ ചെയ്തു. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മൊബൈലിലേക്കൊരു ലിങ്കും ഒരു യൂസർ ഐ ഡിയും കൂടി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു മൊബൈലിൽ ചെയ്യാൻ ട്രൈ ചെയ്യരുത്, ലാപ്പിലോ ഡെസ്ക്ടോപ്പിലോ തന്നെ ലോഗിൻ ചെയ്യുക, ചെയ്തിട്ട് കംപ്ലയിൻറ്റിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം. അതിൽ എനിക്കത് ഞാൻ ലോഗിൻ ചെയ്തു. അതിൽ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആധാർ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, പിന്നെ എവിഡൻസ് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യണം. ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പറ്റിയ അറിവില്ലായ്മ. ഇനി നമുക്ക് ഇതുപോലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അരമണിക്കൂറിനുള്ളിൽ ഈ പ്രൊസീജിയർ ചെയ്യുക. ആദ്യം വേണ്ടത് നമ്മളൊരു പേപ്പർ എടുക്കുക, കൃത്യമായിട്ട് എമൗണ്ടും സമയവും ട്രാൻസാക്ഷൻ ഐ ഡിയും എഴുതി വെക്കുക. അതിനുശേഷം 19:30 കോൺടാക്റ്റ് ചെയ്യാം, അവരെ ഇത് അറിയിക്കാം. അപ്പോൾ അവർ ട്രൈ ചെയ്യും. ഇത് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോയ എമൗണ്ട് ഹോൾഡാക്കി നിർത്താൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യും. ഈ സൈബർ കുറ്റവാളികൾ ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ അവർ അടുത്ത അക്കൗണ്ടിലേക്ക് മാറ്റിക്കളയും. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ആ എമൗണ്ട് ഹോൾഡാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അത് ഹോൾഡാക്കാൻ പറ്റിയില്ല. 2 ലെയർ ട്രാൻസാക്ഷൻ നടന്നതായിട്ട് പിറ്റേ ദിവസം എനിക്ക് സൈബർ സെല്ലിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് കിട്ടി. അതിനുശേഷം ഞാൻ എൻ്റെ ബാങ്കിലെ കസ്റ്റമർ കെയർ നമ്പർ, ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു. അതിൽ വിളിച്ചപ്പോൾ ഞാൻ അവരുടെ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, ഇനിയൊരു ട്രാൻസാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക. ഉടനെ തന്നെ ഡെബിറ്റ് ഫ്രീസും ക്രെഡിറ്റ് ഫ്രീസുമായിട്ട് അക്കൗണ്ട് ഫുള്ളി ഫ്രീസ് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ഞാൻ ബ്രാഞ്ചിൽ ഡയറക്റ്റ് എത്തി FIRൻ്റെ അല്ലെങ്കിൽ പരാതി കൊടുത്തതിൻ്റെ ഒരു രേഖ ഉൾപ്പെടെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണ് അൺഫ്രീസ് ചെയ്ത് ബാക്കി ഉണ്ടായിരുന്ന എമൗണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയത്. ആ എമൗണ്ട് എടുത്തതിന് ശേഷം പിന്നെയും ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാനാണ് അവിടെ നിന്ന് തന്നിട്ടുള്ള ഒരു നിർദ്ദേശം. പിന്നെ ബാങ്ക് മാനേജറുമായിട്ടുള്ള സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്, മൊബൈൽ നമ്പർ അത്യാവശ്യമായിട്ട് മാറ്റുക. അങ്ങനെ ഞാൻ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തു. കോണ്ടാക്ട് നമ്പറല്ല, ബാങ്കിങ്ങിനായിട്ട് ഒരു പ്രത്യേക നമ്പർ സൂക്ഷിക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് എമൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവർ, നിർബന്ധമായും ആർക്കും കൊടുക്കാത്തൊരു നമ്പർ, ആരോടും ഷെയർ ചെയ്യാത്തൊരു നമ്പർ ആക്റ്റീവായി, പറ്റിയാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലല്ലാതെ വേറൊരു IME നമ്പർ വേറൊരു ഡിവൈസിൽ സൂക്ഷിക്കുക. അത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം OTP ഇടാനോ UPI വഴി ട്രാൻസാക്ഷൻ നടത്താനോ മാത്രമായിട്ട് ഉപയോഗിക്കുക. ഇതാണ് എനിക്ക് മനസ്സിലാവുന്ന തൽക്കാലം ചെയ്യാൻ പറ്റുന്ന ഒരു പോംവഴി. കാരണം നമ്മൾ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോണിൽ ഇത്തരം ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ലാഘവത്തോടെ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ചെയ്യുന്നതിലൂടെ ആണ് ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റുന്നത്. നമ്മൾ സാലറീഡാണ്, അപ്പോൾ സാലറി വരുന്നു, ചിലവാക്കുന്നു, എങ്കിൽ കുഴപ്പമില്ല. നമ്മളത് നിരന്തരം കൈകാര്യം ചെയ്യുന്നു, ചെറിയ എമൗണ്ടാണ്, വരുന്നു പോകുന്നു. വല്ലപ്പോഴും വരുന്ന ഇതുപോലുള്ള വലിയ എമൗണ്ടുകൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ എമൗണ്ടുകൾ നിക്ഷേപിക്കാൻ വേണ്ടി മറ്റൊരു അക്കൗണ്ട്, നമ്മുടെ ഒരു സെക്കൻഡറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ്, മറ്റൊരു ബാങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്.